മുർത്തദ്ദുകളെ കൊല്ലണമെന്ന് പറയുന്ന ഈ കാണുന്ന ഹദീസുകളൊക്കെ മാനവിക വിരുദ്ധവും മനുഷ്യത്വരഹിതവും മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതത്തിന് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതുമാണ്. ഈ ഹദീസുകൾ തീർച്ചയായും മനുഷ്യത്വ വിരുദ്ധം തന്നെയാണ്. ഒരു വശത്ത് ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ലെന്ന് പറയുകയും ഇത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദർശനമാണെന്ന് വാതോരാതെ ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഗോത്രീയ നിയമങ്ങളിൽ അക്കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട മനുഷ്യത്വ വിരുദ്ധമായ ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ പാടെ ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ആധുനിക ധാർമ്മികത എന്താണെന്ന് നാഴികക്ക് 40 വട്ടം ചോദിക്കുന്ന പണ്ഡിതന്മാരെ, ഈ ആധുനിക ധാർമ്മികതയിൽ നിന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പോടെ പറയാൻ കഴിയും, ഈ ഹദീസുകൾ മാനവിക വിരുദ്ധമാണ്, ആധുനിക ധാർമ്മികതക്കെതിരാണ്. മനുഷ്യത്വം ഒരൽപ്പം മനസ്സിലുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. മറ്റു മനുഷ്യർക്ക് പ്രയാസം സൃഷ്ടിക്കാത്ത ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളുമായും ജീവിക്കാനും ജീവിച്ചു വന്ന വിശ്വാസങ്ങളെ കൈയൊഴിയാനും ഒക്കെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ജനാധിപത്യ ബോധ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ മതമോ രാഷ്ട്രീയമോ തടസ്സമാകാൻ ഒരിക്കലും പാടില്ല. അത്തരത്തിൽ വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ മതമോ രാഷ്ട്രീയമോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം മനുഷ്യൻ്റെ സ്വൈര്യം കെടുത്തുന്ന കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ മനുഷ്യന് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന, അവനെ സഹായിക്കുന്ന, അവനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് ആധുനിക ധാർമ്മികത, ആധുനിക മാനവിക മൂല്യം, മനുഷ്യത്വപരമായ കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇത് തിരിച്ചറിയണമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗോത്രീയ നിയമങ്ങളിൽ നിന്ന് മനുഷ്യൻ പുറത്തു കടക്കൽ അത്യാവശ്യമാണ്. ചിന്തിക്കുന്നവർക്ക്, എങ്ങനെ ചിന്തിക്കുന്നവർക്ക്, സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ശരിയല്ലേ?